എല്ലാവർക്കും ചെമ്പരത്തിപ്പൂവിലെ പുതിയൊരു പ്രൊമോയിലേക്ക് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നത് ചന്ദ്രമതി ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ഉറപ്പുണ്ട് അവൻ തന്നെയാണ് എൻ്റെ കാശ് മോഷ്ടിച്ചതെന്ന് ഇങ്ങനെ രേവതിയുടെ അനിയനിങ്ങനെ കുറ്റം പറയുന്നുണ്ട്. നേരിട്ട് കാണാതെ ഇങ്ങനെയൊന്നും പറയരുതെന്ന് അച്ഛൻ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഒരിക്കലും ഒരാളൊരു കുറ്റം ചെയ്തെന്നത് എല്ലാ സമയത്തും അങ്ങനെ ആവണമെന്നില്ല. എന്നോ ചെയ്തൊരു തെറ്റിന് ക്ഷമ ചോദിക്കാൻ അവൻ ഇങ്ങോട്ട് വന്നത്, അല്ലാതെ മോഷ്ടിക്കാനല്ല. അവൻ നിങ്ങളെ കാശൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് ഇവനെ സംശയം. വേണ്ട രീതിയിൽ സുധിയെ കൈകാര്യം ചെയ്താൽ ഇവൻ സത്യം പറയും എന്ന് പറഞ്ഞ് ഇങ്ങനെ സച്ചി സുധിയുടെ അടുത്ത് പോകുന്ന സമയത്ത് ശ്രുതി പറയുന്നുണ്ട്, സച്ചി വേണ്ട, സുധിയല്ല കാശ് എടുത്തത്. സ്വന്തം വീട്ടിലിരിക്കുന്ന കാശ് ആരെങ്കിലും എടുക്കുമോ? ശ്രുതിയല്ല അതെടുത്തത്. ശ്രുതിയുടെ മേലിൽ കുറ്റം ഇടാൻ ആരും കരുതണ്ടെന്ന് ഇങ്ങനെ ശ്രുതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, വീട്ടിലിരിക്കുന്ന കാശല്ലാതെ അയൽവക്കത്തു നിന്നാണോ ഇവൻ 50 ലക്ഷം മോഷ്ടിച്ചത്? വീട്ടിൽ നിന്ന് തന്നെയല്ലേ? ഇവൻ ഏത് ഇനത്തിൽപ്പെട്ടാണെന്ന് നിനക്കറിയില്ല. അച്ഛാ, ഈ കാശ് കൊടുത്തത് ഇവൻ തന്നെയാണ്. അച്ഛൻ്റെ കണക്കിൽ 50-ൽ ഒന്നും കൂടി ചേർത്ത് 51 ലക്ഷമാക്കിക്കോ. ശ്രുതി പറയുന്നുണ്ട്, ഹലോ, ഇവിടെ ഒന്ന് നിൽക്ക്. ഞാൻ വന്നപ്പോൾ കേൾക്കാൻ തുടങ്ങിയതാണ് ഈ 50 ലക്ഷത്തിൻ്റെ കണക്ക്. ശ്രുതി ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അത് തന്ന് തീർത്തിരിക്കും. ചന്ദ്രമതി പറയുന്നുണ്ട്, ശ്രുതി എന്തിനാ ഇവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നത്? ഇവൻ്റെ ഭാര്യയുടെ അനിയൻ തന്നെ കാശ് മോഷ്ടിച്ചത്. നീ ഉടനെ വിളിച്ച് അവനെടുത്ത കാശ് ഇവിടെ എത്തിക്കാൻ പറയണം. അപ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മ അവനൊരു പാവമാണ്, അവൻ കാശൊന്നും എടുത്തിട്ടില്ലെന്ന് അമ്മയോട് പറഞ്ഞതല്ലേ എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് രേവതി പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, രേവതി നീ എന്തിനാ അവരോട് കരഞ്ഞു കഞ്ചുന്നത്? ഇവരെ പറഞ്ഞോന്ന് നീ കേൾക്കണ്ട, പോവാൻ പറ. ശ്രുതി, ഇവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നീ പോലീസിനെ വിളിക്കും. പോലീസ് ഇവിടെ എത്തുമ്പോൾ 2 എണ്ണം കൊടുക്കുകയും ചെയ്യും, കാശ് ഇവിടെ എത്തുകയും ചെയ്യും എന്ന് പറയുന്നുണ്ട്. ചന്ദ്രമതിയാണ് പറയുന്നത്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, അമ്മേ പോലീസിനൊന്നും വിളിക്കില്ല, അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്യാത്തവനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കില്ലെന്ന് രേവതി കരഞ്ഞു പറയുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, മിണ്ടാണ്ടിരിക്കടി, നീ വിളിക്ക് പോലീസിനെ എന്ന് പറയുന്നുണ്ട് ചന്ദ്രമതി. ആ സമയത്ത് രേവതി വീണ്ടും കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, പ്ലീസ് അമ്മേ പോലീസിനെ വിളിക്കില്ലെന്ന്. അപ്പോൾ സച്ചി ആ സമയം തന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, പോലീസിനെ വിളിക്ക്. എവിടെ പോലീസ് എന്നിങ്ങനെ സച്ചി പറയുന്ന സമയത്ത് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ എന്നിങ്ങനെ കരഞ്ഞു പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാണ് പേടിക്കുന്നത്? അവൻ കാശ് എടുത്തിട്ടില്ല. തെറ്റ് ചെയ്യാത്തവരാരും പേടിക്കണ്ട, പോലീസ് കണ്ടുപിടിക്കിട്ട് ആരാ തെറ്റ് ചെയ്തതെന്ന്. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ സച്ചിയെ ഇങ്ങനെ പുച്ഛത്തോടെ നോക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, അതൊന്നും വേണ്ട സച്ചി, പോലീസിനൊന്നും വിളിക്കണ്ട. സച്ചി വിട്ടുകൊടുക്കാതെ പറയുന്നുണ്ട്, വേണം. ശ്രീകാന്തിനോട് പറയുന്നുണ്ട്, ശ്രീകാന്ത് നീ വേഗം പോലീസിനെ വിളിക്കും. മഷിയിട്ട് നോക്കുന്നോ അതോ വെറ്റിലിട്ട് നോക്കുന്നോ അതോ ജോത്സ്യനെ വിളിക്കുന്നോ? എന്ത് വേണമെങ്കിലും ചെയ്തോ. അപ്പോൾ ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ എന്താടാ കളിയാക്കണോ? അയ്യോ അല്ല, കാശ് എടുത്താലും കണ്ടുപിടിക്കണ്ടേ, നിങ്ങൾ ആര് വേണമെങ്കിലും വിളിച്ചോ, എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് സച്ചി പറയുന്നുണ്ട്. രേവതി, എനിക്ക് വിശക്കുന്നു, നീ ഭക്ഷണം എടുത്തു വെക്കാൻ പറയുന്നുണ്ട്. അപ്പോഴും രേവതി കരച്ചിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ കരുതുന്നത്? നീ ഹാപ്പി ആയിരിക്കും. ഇവർ ചിലവരൊക്കെ കരച്ചിൽ കേൾക്കാം, പോലീസ് കണ്ടുപിടിക്കേണ്ട ആരാ എടുത്തെന്ന് നല്ല വിളിയും കേൾക്കാം. രണ്ടാമത്തെ രേവതിയെ ചേർത്ത് പിടിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട്. രേവതി കുറച്ച് നേരം അവിടെ ആലോചിച്ച് നിന്നതിന് ശേഷം രേവതിയുടെ അമ്മേനെ വിളിക്കുന്നുണ്ട്. അതേസമയം രേവതിയുടെ അമ്മ പൂ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഫോൺ വന്നപ്പോൾ ചെറു പേടിയോടുകൂടി ഫോൺ എടുത്തു. അതിനുശേഷം ചന്ദ്രമ ചോദിക്കുന്നുണ്ട്, നീ വീട്ടിലുണ്ടോ? നീ എന്തെടുക്കുക? അതോ നീ വീട്ടിലില്ല, അതോ കുടുംബസമേതം അടക്കം ടൂറ് പോയി ജോളി അടിക്കുകയാണോ? 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നായിരിക്കുമല്ലേ ഭക്ഷണം? 100-500 ഒക്കെ ആയിരിക്കുമല്ലേ ടിപ്പ് കൊടുക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിന് മാത്രം ഇഷ്ടം പോലെ പൈസയുണ്ടല്ലോ. അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ, മോളെപ്പോലെ തന്നെ അമ്മയ്ക്കും തന്നെ അഭിനയിക്കാനും കള്ളത്തരം കാണിക്കാനും അറിയാം. രേവതിയുടെ അമ്മ ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയ്യോ അച്ചട പാവം, ഞാൻ മനസ്സിലാക്കി തരാടി എന്ന് ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. നിൻ്റെ മോനെ എൻ്റെ ഷെൽഫിലിരുന്ന 1 ലക്ഷം രൂപ മോഷ്ടിച്ചുകൊണ്ട് പോയി. അവനിവിടെ വരുമ്പോൾ തന്നെ എനിക്ക് സംശയമുണ്ടായിരുന്നു ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും മോഷ്ടിക്കുമെന്ന്. ആ സമയത്ത് രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോനോ അങ്ങനെ ഒന്നും ചെയ്യില്ല. ഇത് കേട്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുന്ന രേവതിയുടെ അമ്മ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്, വളരെ പേടിച്ചുകൊണ്ടും വളരെ സങ്കടത്തോടും. അപ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട്, അരമണിക്കൂർ സമയം ഞാൻ നിനക്ക് തരാം. അതിനുള്ളിൽ അവനോട് പറ എൻ്റെ കാശ് ഇവിടെ എത്തിയിരിക്കണം. അഥവാ ഇനി അരമണിക്കൂറിനുള്ളിൽ പൈസ ഇവിടെ എത്തിയില്ലെങ്കിൽ പോലീസ് നിൻ്റെ വീട്ടിൽ കയറി ഇറങ്ങും.
ആ സമയത്ത് രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, ഇല്ല എൻ്റെ മോൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഇല്ല അവനങ്ങനെയല്ല, അവനങ്ങനെ ചെയ്യില്ല എന്നിങ്ങനെ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, ഇതൊന്നും ഇവിടെ നടക്കില്ല, കാശ് ഉടനെ തന്നെ ഇവിടെ എത്തിയിരിക്കണം, അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും ഞാൻ ജയിലിൽ അടയ്ക്കും. ചന്ദ്രമതി പറയുന്നുണ്ട്. വളരെ പേടിച്ചുകൊണ്ട് രേവതിയുടെ അമ്മ ഫോൺ വെക്കുന്നുണ്ട്. അമ്മയോട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് പറ്റിയത്? അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, അവരുടെ വീട്ടിൽ നിന്ന് 1,00,000 രൂപ പോയെന്നാണ് പറയുന്നത്, അത് ശരത്ത് എടുത്തെന്നാണ് പറയുന്നത്. ആ സമയത്ത് ഞെട്ടിക്കൊണ്ട് ശരത്ത് അങ്ങോട്ട് വരുന്നുണ്ട്. ശരത്ത് പറയുന്നുണ്ട്, ഞാനെടുത്തെന്നോ? അരമണിക്കൂറിനകം കാശ് അവിടെ എത്തില്ലെങ്കിൽ അവർ പോലീസിനെ വിളിക്കുമെന്നാണ് മോനെ പറയുന്നത്. ശരത്ത് പറയുന്നുണ്ട്, അമ്മ ഞാൻ കാശ് എടുത്തിട്ടില്ല. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, അവരെ വീട്ടിൽ കാശ് മോഷണം പോയതിനാണ് ഇവൻ്റെ പേരിലിടുന്നത്, പോലീസ് വരട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. ശരത്തും പറയുന്നുണ്ട്, പോലീസ് വരട്ടെ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, നീ മോഷ്ടിക്കില്ലെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ കേൾക്കുന്നവരൊന്നും അങ്ങനെയല്ല പറയുന്നത്, നിൻ്റെ ചേച്ചിയായിരിക്കും ഇതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത്, അവളെ ഇട്ട് കഷ്ടപ്പെടുത്തും മോനെ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, എന്തൊരു കഷ്ടമാണ് ഇത്, നമ്മൾ പാവങ്ങളായതുകൊണ്ടാണ് നമ്മളോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യം എന്ന് പറയുന്നുണ്ട്. ഇവിടെ അമ്മ ശരത്തിനെ തടയുന്നുണ്ട്, നീ അങ്ങോട്ട് പോയി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല, അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ അതിൻ്റെ ദോഷം രേവതിക്കാണ് ലഭിക്കുന്നതെന്ന്. അപ്പോൾ ദേവ് പറയുന്നുണ്ട്, അമ്മേ നമ്മളങ്ങോട്ട് പോയില്ലെങ്കിൽ നാട്ടുകാരെല്ലാം ഇത് പാടി നടക്കും, നാട്ടുകാർക്കൊരു പാട്ട് കിട്ടിയാൽ പോരെ, അത് പാടി ഇങ്ങനെ നടക്കാൻ. നമുക്ക് 3 പേർക്ക് അങ്ങോട്ട് ചെല്ലാം അമ്മ, ഒരു തെളിവില്ലാതെ എന്തായാലും ഇവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, നമുക്ക് നോക്കാം എങ്ങനെയാണ് അവനെ അറസ്റ്റ് ചെയ്ത് ഒരു തെളിവും ഇല്ലാണ്ട് കൊണ്ടുപോകുന്നതെന്ന്. സമയം കളയേണ്ട അമ്മേ, നമുക്ക് 3 പേർക്കും അങ്ങോട്ട് ഇപ്പം തന്നെ ചെല്ലാം, അല്ലെങ്കിൽ അവർ കൂടുതൽ സംശയിക്കും എന്നിങ്ങനെ ദേവു അമ്മയോട് പറയുന്നുണ്ട്, രേവതിയുടെ അമ്മയോട്. അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, നമുക്ക് പോകാമെന്ന് കരഞ്ഞുകൊണ്ട് രേവതിയുടെ അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം അവർ 3 പേരും അവിടെ എത്തുന്നുണ്ട്. അപ്പോൾ രേവതിയുടെ അമ്മ ശരത്തിനോട് പറയുന്നുണ്ട്, ശരത്തെ നീ അവിടെ ചെന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ, നീ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് നിൽക്കുന്നിങ്ങനെ രേവതിയുടെ അമ്മ ശരത്തിനോട് പറയുമ്പോൾ ദേവ് പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്, ഇവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അവർ പറയട്ടെ ആരാ തെറ്റ് ചെയ്തതെന്ന്, പോലീസ് കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ തന്നെ അവർ നമുക്കൊരു വിലയും തരാറില്ല, അതിൽ കൂടെ ഇത് അവൻ മോഷ്ടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഞാൻ മോഷ്ടിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്കൊരു പേടിയുമില്ല, വാ നമ്മ അങ്ങോട്ട് പോവാം. അപ്പം രേവതിയുടെ അമ്മ വീണ്ടും പറയുന്നുണ്ട്, ശരത്തെ നമുക്ക് സാമ്യമായി പെരുമാറാം. അപ്പോൾ ദേവ് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ ഒരു പേടിയാണോ? അപ്പോൾ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, അവരെ പേടിച്ചിട്ടൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ എല്ലാം ബലം അനുഭവിക്കുന്നത് നിൻ്റെ ചേച്ചിയാണ്, അവളുടെ ജീവിതത്തെ ഇത് ബാധിക്കും, നമ്മളെല്ലാവരും തല്ലുകൂടി തെറ്റിപ്പിരിഞ്ഞാൽ പിന്നെ അവളത് വല്ലാതെ ബാധിക്കുമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. പോകുന്ന സമയത്ത് ചന്ദ്രമതി അവിടെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. ചന്ദ്രമതി പറയുന്നുണ്ട്, അവിടെ നിൽക്ക്, നിങ്ങളുടെ മോൻ വലിയ സൽക്കർമ്മം ചെയ്തിട്ടല്ലേ വന്നിട്ടുള്ളത്, നിങ്ങളെ ഞാൻ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കാമെന്നിങ്ങനെ ചന്ദ്രമതി പറയുന്നുണ്ട്. ആ സമയത്താണ് രേവതി അങ്ങോട്ട് വരുന്നത്. നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, നിങ്ങൾ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, നീ എന്തിനാ അവരെ പറഞ്ഞേക്കുന്നത്, ഞാൻ വിളിച്ചിട്ട് അവർ വന്നതെന്ന് പറയുന്നുണ്ട്. എന്താ വെറും കൈയോടാണോ വന്നിട്ടുള്ളത്? അങ്ങനെ ദേവുവിൻ്റെ കയ്യിൽ നിന്ന് പേഴ്സ് തട്ടിപ്പറിച്ച് നോക്കുമ്പോൾ അതിൽ നിന്നൊരു 100 രൂപ കിട്ടുന്നുണ്ട്. ഇതെന്താ നക്കാപ്പിച്ചോ, ഇവിടെ നിന്നെടുത്ത പൈസ എവിടെയെന്ന് ഇങ്ങനെ ചോദിച്ചാൽ പേഴ്സ് നേരെ രേവതിയുടെ അമ്മയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മ വേണ്ട, ഇതൊക്കെ തെറ്റാ, ഞാൻ ചെയ്തത് തെറ്റല്ലേ, നിൻ്റെ അനിയൻ ചെയ്തതോ, അവൻ്റെ മുഖം നോക്കി കള്ളനാണെന്ന് മുഖത്ത് എഴുതി ഒട്ടിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ ചന്ദ്രമതി പറയുമ്പോൾ രേവതി ഇങ്ങനെ അമ്മ വേണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇവൻ കള്ളനല്ലാതെ പിന്നെ പോലീസാണോ എന്നിങ്ങനെ പറയുമ്പോൾ ശരത് ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ആൻറ്റി അനാവശ്യം പറയരുത്, ഞാൻ ഇവിടുത്തെ കാശ് എടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ആ സമയത്താണ് ശ്രുതിയും ഇങ്ങനെ വരുന്നുണ്ട്. പിന്നെ അച്ഛന് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും വന്നല്ലോ, എന്താ വിളിച്ച് പറയുന്നത്? ആ സമയത്ത് സച്ചിൻ വരുന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കോളേജിൽ പോയില്ലേ, നിങ്ങളെന്താ ഇവിടെ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അമ്മ ഇവർ വിളിച്ച് വരുത്തിയേക്കുവാന്ന് പറയുമ്പോൾ സച്ചി രേവതിയുടെ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് ഇവർ വിളിച്ച് പോകുന്നത്, ഇവർക്ക് പ്രാന്താ, നല്ല ചുട്ട മറുപടി കൊടുക്കണമായിരുന്നു എന്ന് സച്ചി പറയുന്നുണ്ട്. പോയത് എൻ്റെ കാശാണ്, അല്ലാതെ വേറെ ആരുടെയും കാശില്ല എന്ന് ചന്ദ്രമതി പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ കാശോ, അത് അച്ഛൻ്റെ കാശല്ലേന്ന്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, അച്ഛൻ്റെ കാശ് തന്നെ, പക്ഷേ കല്യാണത്തിനുണ്ടായ അല്ലറ ചില്ലറ കടങ്ങൾ വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അച്ഛൻ്റെ നിന്ന് മേടിച്ച പൈസയായിരുന്നു അതെന്തിനാ ഇവനെടുത്തതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇവനാ എൻ്റെ കാശ് പകലടിച്ച് മാറ്റിയത്, എടാ നീ മാത്രമാണോ ഇങ്ങനെ, അതോ നിൻ്റെ കുടുംബക്കാരും ഇങ്ങനെ തന്നെയാണോ എന്ന് ചന്ദ്രമതി ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, അയ്യോ ഇങ്ങനെയൊന്നും പറയല്ലേ എന്നിങ്ങനെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, ഇവൻ തന്നെയാണ് കാശ് എടുത്തത്,
സുധി നീ പോലീസിനെ വിളിക്കുക. ആ സമയത്ത് ശരത്ത് പറയുന്നുണ്ട്, അച്ഛനോട് പറയുന്നുണ്ട്, അങ്കിൾ ഞാൻ കാശ് എടുത്തിട്ടില്ല. ഇവർ സംസാരിച്ചതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോയിരുന്നു. ഞാൻ മുറിയിലൊന്നും കയറിയിട്ടില്ല, വേറൊന്നും എനിക്കറിയില്ല. സച്ചി ശരത്തിൻ്റെ അടുത്തോട്ട് പോയിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാടാ കരുതുന്നത്? നീ കാശ് എടുത്തിട്ടില്ല, പിന്നെ നീ കരേണ്ട ആവശ്യമില്ല. ആരെങ്കിലും ഇവിടെ അമ്മയല്ലാതെ വേറെ ആരെങ്കിലും പറഞ്ഞോ നീ കാശ് എടുത്തെന്ന്? വേണ്ട. അവൻ കരയുന്ന സമയത്ത് അവൻ്റെ കണ്ണീര് തുടച്ചു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് ശ്രുതി പറയുന്നുണ്ട്, ഇവൻ വന്നു പോയതിന് ശേഷമാണ് ഇവിടുന്ന് പൈസ പോയത്. അപ്പോൾ ഇവൻ്റെ സംശയിക്കാമെന്ന് ഇങ്ങനെ ശ്രുതി പറയുമ്പോൾ രേവതി ശ്രുതിയുടെ നേരേക്ക് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ നീ കാണാത്ത ഒരു കാര്യം വിളിച്ച് പറയരുത്, വെറുതെ അനാവശ്യം വിളിച്ച് പറയരുതെന്ന് ഇങ്ങനെ രേവതി പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്തിനാ അവളെ മെക്കെട്ട് കയറുന്നത്? നിൻ്റെ അനി ഇവൻ്റെ ബൈക്ക് മോഷ്ടിച്ചോണം. അപ്പോൾ ഇവനെ സംശയിച്ചോണ്ട് എന്താ കുഴപ്പമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ചന്ദ്ര. ഇവൻ ബൈക്ക് മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഞാൻ ഇവിടുന്ന് കാശ് അടിച്ച് മാറ്റിയെന്ന് ഇങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ സച്ചി ദേഷ്യത്തോട് പറയുന്നുണ്ട്, ഒരിക്കലും ഒരു തെറ്റ് ചെയ്തെന്ന് വെച്ചിട്ട് വീണ്ടും അത് ആവർത്തിക്കും. അത് ഇവനക്കൊരു തെറ്റ് പറ്റിയതാ, ഇവൻ്റെ കൂട്ടുകാരൻ ഇവനെ കൊണ്ട് ചെയ്യിച്ചതാന്നൊക്കെ സച്ചി പറയുന്നുണ്ട്. അതിൻ്റെ മാത്രം ഇവൻ്റെ വീട്ടുകാർ എന്തുമാത്രം അനുഭവിച്ചതെന്ന് നിങ്ങൾക്കറിയുമെന്നൊക്കെ സച്ചി ദേഷ്യത്തോടുകൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ ചന്ദ്രയോട്. അന്ന് ചെയ്തതിൽ അവനക്ക് കുറ്റബോധവും ഉണ്ട്, പിന്നീട് അവൻ അത് ആവർത്തിച്ചിട്ടുമില്ല. ഇപ്പോൾ അവൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് ഇങ്ങനെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. സച്ചിയെ പരിഹസിച്ചിട്ട് ചന്ദ്രമേടം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിനക്ക് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് രേവതിയുടെ അനിയത്തിയെ വലിച്ചിട്ട്, നീ ചേച്ചിക്ക് കൊടുക്കാനുള്ള പൂ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഡെയിലി ഇവിടെ വരുന്നുണ്ടല്ലോ എന്നിങ്ങനെ രേവതിയുടെ അനിയത്തിയോട് ചന്ദ്ര ചോദിക്കുന്നുണ്ട് കേട്ടോ. നീ അങ്ങനെ പൂ കൊടുക്കാമെന്ന് ഇവിടുത്തെ കറക്റ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നീ അവനക്ക് പറഞ്ഞു കൊടുത്തില്ലേ പൈസ എടുക്കാമെന്ന് ഇങ്ങനെ പറയുമ്പോൾ രേവതിയുടെ അനിയത്തി ചന്ദ്രയോടായിട്ട് ആക്രോശിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ല, തലയ്ക്ക് സ്ഥിരതയില്ല, അവനെടുത്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞില്ലേ എന്നിട്ട് ചാടുമ്പോൾ ചന്ദ്രജനി എന്തിനാ എന്നെ പേടിപ്പിക്കുകയാണോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര അവളെ അടിക്കാനായി കയ്യോങ്ങുമ്പോൾ സച്ചിയുടെ അച്ഛൻ പറഞ്ഞു, ചന്ദ്രേ നീ ഇവരെ കരുതി കൂട്ടി അപമാനിക്കാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്ര പറഞ്ഞു, കാശ് മോഷ്ടിച്ച് ഇവരെ പൂമാലിട്ട് സ്വീകരിക്കണമെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടെത്തിയ കല്യാണവും കുടുംബമൊക്കെ അല്ല, അപ്പം അതാ നിങ്ങളെപ്പോഴും ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതെന്ന് ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. ആരെന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ കാശ് പോയത് എൻ്റെതാണ്, എനിക്ക് എൻ്റെ കാശ് ഇപ്പോൾ കിട്ടണം, കാശ് എടുത്തത് ഇവൻ തന്നെയാണെന്ന് ഇങ്ങനെ ഉറപ്പിച്ച് പറയുന്നുണ്ട് കേട്ടോ. രേവതി ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ നിങ്ങളിങ്ങനെ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, അവൻ കാശ് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞില്ലേ, നിങ്ങൾ കണ്ടോ അവൻ കാശ് എടുത്തതെന്ന് ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്ര ഒന്ന് പെരുങ്ങുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ കണ്ടില്ല, സ്വന്തം വീട്ടിൽ കാശ് സൂക്ഷിക്കുന്നത് അത് നഷ്ടപ്പെടില്ല എന്നുള്ള ഒറ്റ വിശ്വാസത്തിൻ്റെ പുറത്താണെന്ന് ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് കേട്ടോ. റോഡിൽ കൂടെ വരുന്ന ഒരു വീട്ടിൽ കയറുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ, ശ്രദ്ധിക്കണമായിരുന്നു, തെറ്റെൻ്റെ ഭാഗത്താണെന്ന് ഇങ്ങനെ ചന്ദ്ര വീണ്ടും അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുന്നുണ്ട് കേട്ടോ. കാശ് മോഷ്ടിച്ചത് ഇവൻ തന്നെ, എനിക്ക് എൻ്റെ കാശ് ഇപ്പോൾ കിട്ടണമെന്ന് വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ചന്ദ്ര. എൻ്റെ മോനെ ഇവിടുന്ന് ബൈക്ക് മോഷ്ടിച്ചിരുന്നു, അത് തെറ്റ് തന്നെയാണ്, അതിന് ക്ഷമ ചോദിക്കാൻ ഞാനാണ് അവനെ ഇങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്ന് ഇങ്ങനെ രേവതിയുടെ അമ്മ പറയുന്നുണ്ട്, കൈ കൂപ്പി കരഞ്ഞിട്ട്. അപ്പോൾ സച്ചി പറഞ്ഞു, അമ്മയ്ക്ക് എന്താ ഇവർ പലതും പറയും, ഇവരത് കേട്ടിട്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്ര പറഞ്ഞു, കാശ് എടുത്തെന്ന് പറയാം, അവൻ കള്ളനാണെന്ന് പറയുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സച്ചിക്കൊക്കെ ദേഷ്യമുണ്ട്. അപ്പോൾ രേവതി പറയാം, അമ്മ അവനെ കള്ളനെന്ന് വിളിക്കരുത്, അല്ല ഞാൻ കള്ളനെന്ന് വിളിക്കുന്നല്ല, സത്യവാനേന്ന് ഇങ്ങനെ വിളിക്കാമെന്ന് ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട് പരിഹസിച്ചിട്ടാ. ശ്രുതി പറയുന്നുണ്ട്, ആ അങ്കിൾ കഷ്ടപ്പെട്ട് എടുത്ത കാശ് അത് എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തേക്കെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ ദേഷ്ടി പറഞ്ഞിട്ട്, വെളുക്കാൻ പൗഡർ തേക്കുന്നവളെ 50 ലക്ഷം അച്ഛൻ കഷ്ടപ്പെട്ട പക്ഷെ നിൻ്റെ കെട്ടിയവനോട് എടുത്തു വെച്ചാൽ അത് ഇവിടെ അത് വെക്കാൻ പറയാൻ പറയുമ്പോൾ ചന്ദ്ര അതല്ല ഇവിടുത്തെ പ്രശ്നം, എൻ്റെ 1 ലക്ഷം രൂപ അത് ഇവർ കട്ടോ, അത് ഇവിടെ വെക്കാൻ പറയാമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ചന്ദ്ര പറയുന്നുണ്ട്, എടാ ശ്രുതി പോലീസിനെ വിളിക്കടാന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതി കൊണ്ട് എന്തിനാ പോലീസിനെ വിളിക്കണേ, നമുക്ക് കൈകാര്യം ചെയ്താൽ പോരെയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറഞ്ഞാൽ അതെ പോലീസിനെ തന്നെ വിളിക്കണം നമ്മൾ. അപ്പോൾ രേവതി പറഞ്ഞു, സച്ചി ഏട്ടാന്ന് പറഞ്ഞു, നമ്മൾ പൈസ എടുത്തിട്ടില്ല, പിന്നെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്, നമ്മുടെ കുടുംബക്കാരും എടുത്തിട്ടില്ല, അപ്പോൾ പോലീസ് വരട്ടെ, പോലീസ് തെളിയിക്കട്ടെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സച്ചി. അപ്പോൾ ശ്രുതിക്ക് ടെൻഷൻ ആവുന്നുണ്ട്, അവനാണല്ലോ പൈസ എടുത്തത്. അതിനുശേഷം ഇവരെല്ലാവരും സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് പുറത്ത് ഒരാൾ ഒരു ചെക്കൻ ഇങ്ങനെ വന്നിട്ട് മിസ്റ്റർ ശ്രുതി എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പുറത്തേക്ക് നോക്കുന്ന ഭാഗത്തോടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്. ഹായ് ഫ്രണ്ട്സ്, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.